എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട കേട്ടോ. ഞാൻ കൺഫ്യൂസ്ഡ് അല്ല, ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഞാൻ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടാസ്കും മര്യാദയ്ക്ക് ചെയ്തത്. മാർക്ക് കിട്ടാത്ത രീതി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് കുറെ നേരമായല്ലോ കണക്കുണ എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കിയേ, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി വയ്പ്പിക്കാം. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. എന്താ നിന്റെ വിഷമം? ബിഗ് ബോസ്, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ലൈക്ക് പേഴ്സണൽ പറഞ്ഞ അബദ്ധാവോ എന്തോ? അത് ഉറപ്പാണല്ലോ. എന്താ പറയാൻ ഉദ്ദേശിച്ചേ? ഞാൻ കുറച്ച് കാര്യത്തിൽ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയില്ലേ? ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിന്ന് പോയി 2 എണ്ണം, ഒരു ജോഡി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? നോറയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. ഇവരിപ്പോ പറഞ്ഞെത്തുന്നത് ഞാൻ എന്റെ വീട്ടുകാരെ അത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇവിടെ അല്ല വീട്ടുകാരെ പറ്റി ഞാൻ ക്യാമറാസിൽ മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവര് പറയുന്നത്. ഞാൻ വീട്ടുകാരെ ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ല. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ, സീരിയലാണല്ലേ, പറയൂ. സത്യം പറഞ്ഞ ഒരന്തം കൊന്തം ഇല്ലാത്ത പാവം കുട്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്, പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോകരുത്. പോയേ. ഇതിലിപ്പോ ഞാനെന്ത് പറയാനാണ്? ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അങ്ങനെ പറയരുത്. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇതെല്ലാം മുൻപൊരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ലേ? കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. കുറച്ചുകൂടി പക്വതയോടെ പെരുമാറും. എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. എന്താണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കുന്നുണ്ട് ബോസ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയാ. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അറിയാഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു കൺഫ്യൂഷനിൽ വന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അറിവ് വെച്ച് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യൂ. എന്നെ കൊന്നേ അടങ്ങുമല്ലോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. ഇല്ലേ, എനിക്കറിയല്ലേ ബാബാ? എന്നാ വയ്യേ. ഞാൻ പറയുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്ന ഞാൻ കൺഫ്യൂസ്ഡാ എന്ന് പറയുമ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ബോധമുണ്ട്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഒന്ന് ചോദിക്കാന്ന് കരുതി, അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ചോദിച്ചതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ശരിക്കും എന്താണ് പ്രശ്നം? ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. എല്ലാ ക്യാമറാസിലും പോയി ഞാൻ വീട്ടുകാരെ കുറ്റം പറയുന്നു. എല്ലാ ക്യാമറാസിലും ചെന്നിട്ട് ഞാൻ വിക്ടിം കാർഡ് കളിക്കുന്നു. പിന്നെ ഞാൻ വേറെ ആളെ ഔദാര്യത്തിൽ ഞാൻ നിൽക്കുന്ന ഒരാൾ. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞോ? ഇഗ്നോർ ചെയ്യും വിചാരിച്ച് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാം. കാരണം 75 ദിവസത്തിൽ ജനങ്ങൾ ഇന്ന അറിയാലോ. അപ്പൊ ഞാൻ പല കാര്യങ്ങളെയും അതുപോലെ ഇഗ്നോർ ചെയ്യൂ. ആണല്ലേ? നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താണെന്ന്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവിടെ ആർക്കും നീ പറഞ്ഞ മനസ്സിലാവുന്നില്ല, ഇവിടെ ആർക്കും നീ പറഞ്ഞ മനസ്സിലാവുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ ഇതിലേക്ക് പറയുമ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. കേട്ട് ഞാൻ മടുത്തു. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ. അങ്ങോട്ട് എന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇടവരുത്തരുത്.
മനസ്സിലായോ? വെറുതെ കിടന്ന് അധ്വാനിക്കാൻ ഞാൻ ഈ കോടീശ്വരൻ, തിന്നു പിടിപ്പിക്കാൻ കുറെ